അഭിലാഷ് ഫസ്റ്റ് കഥ എഴുതുമ്പോ ഫസ്റ്റ് ആരോടാ പറയുന്നത് ഇന്ന പോലെ ത്രെഡ് ആണ് ഇന്ന ചെയ്യാൻ പോകുക? ഞാൻ എന്റെ സ്ഥിരം കഥ കേൾക്കുന്ന എന്റെ ബലിയാടിൽ ഒന്ന് എന്റെ ഭാര്യയാണ്. ഞാനത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവള് ഇരുന്ന് ഉറങ്ങുവാണ് ഉദ്ദേശവും ആ പടം വർക്കായില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ അവള് പിന്നെ ഞാൻ എല്ലാ കഥകളും ആദ്യം പറഞ്ഞ ഒരാളുടെ രഞ്ജിൻ രാജ്, മ്യൂസിക് ഡയറക്ടർ, മാളികപ്പുറത്തിനൊക്കെ പാട്ട് ചെയ്തിരിക്കുന്നത്. അവനോട് പറയും, വിഷ്ണു ശശിശങ്കറോട് പറയും, അടുത്തൊരു ബലിയാടാണ് ഞാൻ ഇവൾ അഭിനയിക്കും, ഇവക്കുള്ള കഥാപാത്രം ഇല്ലെങ്കിൽ പോലും ഞാൻ അതിന് പറയും ഇനി ഫ്രീ ആണോ ചോദിക്കും, എന്ത് പറ്റി ഒരു കഥ പറയാന്ന് പറയും. പിന്നെ ഇതിന്റെ ഫൈനൽ ഡിസിഷൻ ആരാന്നറിയോ? ഏറ്റവും ഫൈനൽ ഡിസിഷൻ, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സീരിയൽ ഇല്ലാത്ത സമയത്ത് ഒരാളെ പിടിച്ചിട്ട് കഥ പറയും. എന്റെ അമ്മ പറയും, അമ്മ കറക്റ്റ് ആയിട്ട് പറയും. അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പിന്നെ വരട്ടെ, കുറച്ചു നേരം ഒന്ന് പാടും. ഒരു പാട്ട് പാടും. അമ്മയുടെ മോനല്ലേ, അപ്പൊ എത്ര ഞാൻ പാടില്ല. അയ്യോ ആരും ഈ ഇടയ്ക്ക് രഞ്ജിതാന്റെ സ്റ്റുഡിയോ വന്നൊരു പാട്ടൊക്കെ പാടിയത് ആർക്കും പാടാൻ അത് പാടിയാ മതി. അങ്ങനെ മതി. രഞ്ജിന് ഹാർമോണിയം ഇല്ലാതെ നീ പാടിക്കോ. അപ്പൊ ഹാർമോണിയം വരുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ചെയ്യാം അല്ലെ, ഒരു ബാക്ക്ഗ്രൗണ്ട് പാട്ട്. നീ ഏലമലക്കാട് പാടും, നിനക്കറിയാലോ. അയ്യോ അങ്ങനെയല്ല, ഞാൻ സ്റ്റുഡിയോയിലെ പാടുള്ളൂ. കാരണം അയ്യോ അതൊന്നും ഇവിടെ പറ്റിയല്ല, സോറി, അതൊന്നും ചോദിക്കരുത്. അതല്ല, സ്റ്റുഡിയോയിലെ പാടാൻ പറ്റും. അങ്ങനെ കേട്ടോ, പാടും ചേച്ചി. ഷോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. അതെ, പൊതുവെ ഏത് പാട്ടാണ് ചേച്ചിക്ക് പറയാം? ഞാൻ ഇപ്പൊ റെഡി, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഇത് കാണുന്നവർക്ക് ഒരു പാട്ട് പാടിത്താ. ആദിത്യോ പാടില്ല. ഏലമലക്കാട് ഞങ്ങള് അഭിനയിച്ച പടത്തിലെ പാട്ട്. എന്റെക്കൊരു ഭയങ്കര മോശം സ്വഭാവമാണ് ഈ ലിറിക്സ് തെറ്റിച്ച് പാടുന്നതാണ്. വെരി ഗുഡ്, രണ്ടുപേരും കൂടെ ചേർന്ന് പാടാം. അപ്പൊ പിന്നെ അതിഥിക്ക് ആ ഒരു ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂടരുന്നേ, തെന്നലുടയാട തന്നേ, മണിച്ചിന്തു മൊഴിയോതി വന്നേ, മെല്ലെ അതു നാടറിഞ്ഞേ, വാനം ദൂരെ അതു കണ്ടുണർന്നേ, അമ്മ മുകിലിനുള്ളു നിറഞ്ഞേ, മഴയായി പൊഴിഞ്ഞേ. എനിക്കാണെന്ന് തോന്നുന്നു വരി. എനിക്ക് സത്യം പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ ഒരു കുട്ടിത്തം കണ്ട. എന്താ അറിയോ, നമ്മള് സ്കൂളിലൊക്കെ LKG പഠിക്കുമ്പോ സ്റ്റേജ് കയറ്റി നിർത്തും. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റുമ്പോ അടുത്ത കൊച്ചിലേക്ക് നോക്കൂലേ, എന്താ ചെയ്യുന്നത്? എനിക്ക് വരി തെറ്റോടെ ഇവള് കൂടെ തെറ്റിയ സമാധാനമായല്ലോ. അത് തന്നെ. എന്നാ മാളികപ്പുറത്തിലെ പാട്ടൊന്നും പാടി. മാളികപ്പുറത്തിലെ നങ്ങേലി പൂവേ ഒന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങായി വാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. അടുത്ത ഞാൻ പാടുന്നില്ല, ഹൈപ്പിച്ച. അവന്റെ പാട്ട് വേറെ ആരും പാടാൻ പാടില്ല, ലോകത്തില്ലാത്ത പിച്ച്. നമ്മള് വന്നിട്ട് ഇതുവരെ ഒന്നും ഞാൻ ഭക്ഷണം തന്നില്ല അല്ലേ, വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലേ, വിശക്കുന്നില്ലേ? ഇത് നാട്ടുകാർ പറഞ്ഞ ഏക ഒരു കംപ്ലൈന്റ് ഇത് മാത്രമേ ഉള്ളൂ, മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുകയല്ല. ആദിത്യ ഒറ്റ മോളാണോ? അല്ല, ഞങ്ങൾ 3 പേരാ. ഞാൻ താഴെയുള്ള മോള്. മൂത്തർ എന്താ ചെയ്യുന്നത്? ചേച്ചി, ചേട്ടൻ, ഞാനാണ്. ചേച്ചി കല്യാണം കഴിഞ്ഞു, 2 കുട്ടികള്, ഹൗസ് വൈഫാ. ചേട്ടന് ബിസിനസ് ആണ്. പിന്നെ ഞാൻ. ചേച്ചിക്ക് അഭിനയിക്കാൻ അങ്ങനെയൊന്നും ഇഷ്ടമില്ല? ഇല്ല, ചേച്ചി സിംഗറാ, പാട്ട് മ്യൂസിക് ടീച്ചർ ആയിരുന്നു. ഓ ശരി. അപ്പൊ ഫിലിമിൽ പാടിയിട്ടില്ല? ഫിലിമിൽ പാടിയിട്ടില്ല. ചേട്ടനും നല്ല പാട്ട്, മ്യൂസിക് ഇഷ്ടം. പബ്ലിഷ് കൊടുക്കാത്ത എന്താ വെച്ചാൽ അത് ഒരു വീട്ടിൽ നിന്ന് ഒരെണ്ണത്തെ തന്നെ സഹിക്കാൻ വയ്യ. ഞങ്ങൾ ആക്ച്വലി എനിക്കിപ്പോ ഇവിടെ വെച്ച് അതിഥി പറയുമ്പോഴേ ഞാൻ അറിയുന്നത് ചേച്ചി മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് ചേട്ടനെ അറിയാണ്. ചേട്ടൻ പക്ഷെ ഞാൻ പലപ്പോഴും ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇല്ല, പുള്ളി ബിസിനസ്. ചേച്ചിയോട് ചോദിക്കും. എനിക്കറിയില്ലായിരുന്നു. നിന്റെ സൗണ്ട് ആ സ്റ്റുഡിയോ കേൾക്കേണ്ട ആവശ്യമുള്ളൂ, ചേച്ചിയുടെ സൗണ്ട് കേട്ടാ പോയിരുന്നു. ചേച്ചി എന്റെ അമ്മ നന്നായി അതിഥിയുടെ എന്താണ് സൗണ്ടിന് അടിപൊളിയല്ലേ ചേച്ചി? ഇതിന് പാടിയില്ലല്ലോ, പാടാൻ പറഞ്ഞിട്ട്.